ആ എടാ ഈ വന്നില്ലേ? ഈ എന്താ വരാൻ പറഞ്ഞേ? പിന്നെ നല്ലൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാന്? എടാ ഞാനിപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പിടിച്ചാലോ എന്ന് ആലോചിക്കുക. ട്രെൻഡോ? എന്ത് ട്രെൻഡ്? ഗിന്നസ് റെക്കോർഡ്. നല്ല സംഭവം. ഗിന്നസ് റെക്കോർഡോ? ഈ കാര്യം പറയും. അതായത് ഒരേ സമയം 100,000 ആൾക്കാർ ഒരുമിച്ചിരുന്ന് കുഴിമന്തി കഴിച്ച് ഗിന്നസ് റെക്കോർഡ് ഇടുക. സംഭവം സൂപ്പറായിരിക്കും. അതൊക്കെ ഐഡിയ ഒക്കെ നല്ല ഐഡിയ ആണ്. പക്ഷെ 100,000 ആൾക്കാർ എവിടെ കൊണ്ട് ഇരുത്തും? എടാ നമ്മളെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ വാടകയ്ക്ക് എടുക്കുക, നടത്തുക പരിപാടി. മാനാഞ്ചിറ സ്ക്വയറിലൊക്കെ 100,000 ആൾക്കാരെ കൊള്ളോടോ? കൊണ്ടില്ലേ? ബാക്കി കോഴിക്കോട് ബീച്ച് കൊണ്ടേ ഇരുത്താം, അവിടെ ഇരുന്ന് തിന്നിട്ട ആൾക്കാർ. അല്ല 100,000 ആൾക്കാർക്കുള്ള കുഴിമന്തിയോ? കുഴിമന്തി വരുന്നവർ കൊണ്ടുവരട്ടെ, അല്ലാണ്ട് നമ്മള് കൊടുക്കുക. കുഴിമന്തി കൊണ്ടുവന്നാൽ മാത്രം മതി. അല്ല 2,000 രൂപ ഫീസും വേണം. ഈ പരിപാടി നടത്താൻ പൈസ വേണ്ടേ? ഇത് പിന്നെ നല്ല പരിപാടിയാണ്. അല്ല ഇതിന് ഗിന്നസിന്റെ ആൾക്കാർ വേണ്ട. ഏടാ അത് സംഭവം സിമ്പിളാണ്. നമ്മളെ ഫോർട്ട് വെച്ച് മട്ടാഞ്ചേരി പോയി കഴിഞ്ഞാൽ വെറുതെ നടക്കുന്ന സായിപ്പും മതാം ഇഷ്ടംമാരി ഉണ്ടാവും. ഓരെ കൊണ്ടുവരിക, ഗിന്നസിന്റെ ആൾക്കാരെയൊക്കെ നടത്തുക. വേണം നമ്മളെ മനോജ് ഗിന്നസിനോട് വരാൻ പറയാം, മൂപ്പരെ പേരിൽ ഗിന്നസ് ഉണ്ടല്ലോ. ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കും? ഏടാ അത് സീനൊന്നുമില്ല, അത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നമ്മളെ ബാബുവേട്ടനെ പ്രസ് കൊടുക്കുക, അടുപ്പിക്കുക, എല്ലാവർക്കും കൊടുക്കുക. അത്രേ ഉള്ളൂ. 2,000 രൂപയ്ക്ക് ഗിന്നസ് റെക്കോർഡ്. അതാണ് നമ്മളെ ടാഗ് ലൈൻ. എങ്ങനെയുണ്ടാവും? എന്താന്നാള് പറഞ്ഞ് പുതിയ കൊല്ലാണ്, ഇനി ഉടായ്പൊക്കെ നിർത്തി ഒന്നാൻ പോവാണ്. എടാ കൊല്ലം കലണ്ടർ മാറും, അതേമാതിരി ഇമ്പക്ക് മാറാൻ പറ്റുമോ? അല്ല അത് പറഞ്ഞാൽ ശരിയായി, അത് മോശം. ഞാനത് അങ്ങനെ പറഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം. ഈ പരിപാടിയിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടത്തും.